ladies and gentlemen, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മളുടെ ഈ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ സിനിമ എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്നമാണ്, അങ്ങനെയല്ലേ? ആണോ? എന്നാണെങ്കിലും വളരെയധികം ഡിസൈനിങ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമാ പ്രേമികളാണ് ഇന്ന് ഇവിടെ ഈ ഒരു സന്ധ്യയിൽ എത്തിയിരിക്കുന്നത്. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം. സോ ദാറ്റ് ഈസ് മാക് 2016 which is actually organized. നമ്മുടെ ഏറ്റവും വലിയൊരു ഡയറക്ടർ, നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ലേറ്റ് രാജേഷ് പിള്ള, അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് ഈ ഒരു നിശാസന്ധ്യ നമ്മൾ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഷോർട്ട് മൂവി അവാർഡ്സ് കേരള 2016 ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സോ നല്ലൊരു കഴിവോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സന്ധ്യയ്ക്ക് തുടക്കം കുറിക്കാം. താങ്ക് യു. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഡിസൈനിങ് ആയിട്ടുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വെൽ നോൺ പ്രൊഡക്ഷൻ കമ്പനീസ് ആയ ഹീറോസ് ഇന്റർനാഷണൽ ആൻഡ് AVA പ്രൊഡക്ഷൻസ്, ഈ രണ്ട് വെൽ നോൺ പ്രൊഡക്ഷൻ കമ്പനീസ് നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് വർക്ക്സിന് വിന്നേഴ്സ് ആവുന്നവർക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് കേൾപ്പിക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഫിലിംസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സ്മാക് 2016 നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. സോ ഒരിക്കൽ കൂടി ഷോർട്ട് മൂവി അവാർഡ്സ് കേരള 2016 ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സന്ധ്യയില് ഈ ഒരു ചടങ്ങ് കൂടുതൽ ധന്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ വിശിഷ്ട വ്യക്തികൾ ഏവരെയും ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കഴിയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, please put your hands together and welcome Mr. A.V. Anup, Managing Director, AVA Group. ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗിരീഷ് കുമാർ, VP കേരള ഹീറോസ് ഇന്റർനാഷണൽ. ഒരു നിറഞ്ഞ കൈയ്യിൽ കൊടുത്താണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. And please join me to welcome Mr. Sanjay, our favorite scriptwriter. Welcome sir. അടുത്തതായി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. കാരണം സ്മാക് 2016 നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ലേറ്റ് രാജേഷ് പിള്ള, അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും ഡിസൈനിങ് ആയിട്ടുള്ള ഒരു വേദിയിൽ നിൽക്കാൻ ഏറ്റവും ഡിസൈനിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അടുത്തതായി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ മേഘ രാജേഷ് പിള്ള, വൈഫ് ഓഫ് ലേറ്റ് രാജേഷ് പിള്ള. So I request all the special people to kindly be seated. And before we start any auspicious event, I think it is very, very, very important to start with our Almighty's graces. അപ്പോൾ എല്ലാവരെയും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഒരു സന്ധ്യയ്ക്ക് നമുക്കൊരു സൈലന്റ് പ്രയറിൽ തന്നെ ആരംഭിക്കാം. Thank you everyone. Thank you so much. അടുത്തതായി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന മെഡിമിക്സ് സ്മാക് 2016 ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദ്യം മിസ്റ്റർ A.V. Anup, മാനേജിംഗ് ഡയറക്ടർ AVA Group, ആദ്യത്തെ തിരി തെളിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സോ പ്ലീസ് അതോടൊപ്പം തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. ഫോർ ദി ലാംപ് ലൈറ്റിംഗ് രണ്ടാമത്തെ തിരി തെളിയിക്കുന്നത് മിസ്റ്റർ ഗിരീഷ് കുമാർ, ഹീറോസ് ഇന്റർനാഷണൽ VP. And now I request Mr. Sanjay to light. മേഘ രാജേഷ് പിള്ളയെ അടുത്ത തിരി തെളിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നു.
അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഡോക്ടർ മിനി സാര CEO ഫോർ മീഡിയ. Thank you, ma'am. Thank you, everyone. Thank you so much. അടുത്തതായി ശ്രീ AV അനൂപ് അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. സോ പ്ലീസ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നല്ല ഒരു ദിവസമാണിന്ന്. മലയാള സിനിമാ ലോകത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് സ്മാക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ AVA പ്രൊഡക്ഷൻസിനും മെഡിമിസിനും വളരെയേറെ സന്തോഷമുണ്ട്. ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലധികം എൻട്രീസ് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജൂറി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് ഇന്ന് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. ഭാവിയിലെ വലിയ സംവിധായകരാകാൻ പോകുന്നവർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആകാൻ പോകുന്നവരായിരിക്കാം ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ആ വർഷം തന്നെ ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിമും എടുത്തുകൊണ്ടുവന്ന ആളാണ്. 2007 ഞാൻ സിനിമാ രംഗത്തേക്ക് വരുന്നത്. ആ വർഷം തന്നെ ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ഒരാൾക്ക് അവസരം കൊടുത്തിരുന്നു. അദ്ദേഹം വലിയ സംവിധായകനാണ്. അതിന് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുകയുണ്ടായി. അടുത്ത വർഷം സേതുമാധവൻ സാറിൻ്റെ, പ്രശസ്ത ഡയറക്ടർ സേതുമാധവൻ സാറിൻ്റെ മകൻ എനിക്കൊരു തമാശ രൂപേണ ഇമെയിൽ അയക്കുകയുണ്ടായി. ഒരു വീട്ടിൽ നടന്ന സംഭവം ഇമെയിൽ അയക്കുകയുണ്ടായി. ഞാൻ അവനോട് ഉടനെ വിളിച്ചു പറഞ്ഞു, നിനക്കിതൊരു ഷോർട്ട് ഫിലിം ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയക്കിക്കോ, ഞാൻ അതിന് സഹായിക്കാമെന്ന്. അവന് പോലെ അത്ഭുതമായിരുന്നു. ആ സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അങ്ങനെ ഇത് തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്കാണ് ചെറിയ ആശയങ്ങൾ. ഇപ്പൊ ഞങ്ങൾ പരസ്യം ചെയ്യുന്നു, മെഡിമിക്സ് പോലെയുള്ള പ്രോഡക്റ്റ് പരസ്യം ചെയ്യുന്നു. 20-30 സെക്കൻഡിൽ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞ് തീർക്കുക എന്നുള്ളത് വളരെ കഴിവുള്ളൊരു കലാകാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതേസമയം 2 മണിക്കൂർ സിനിമ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയാണ് നല്ല മെസ്സേജസ് ആണ് ഈ ഷോർട്ട് ഫിലിംസിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം നല്ല മെസ്സേജസ് 1 മിനിറ്റിലും 5 മിനിറ്റിലും ഒക്കെ പറഞ്ഞു തീർക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്, എനിക്കറിയാം. അതിന് ശ്രമിച്ചിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് സമ്മാനം ലഭിക്കാൻ പോകുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much, sir. Now I request Mr. Girish Kumar to say a few words. So please. നമസ്കാരം. ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഫിറോസിന് വളരെയധികം സന്തോഷമുണ്ട്. ബീങ് എ സ്ട്രാറ്റജി, we always has been supporting and encouraging new talent. We continue to do that. ഇവിടെ വന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അടുത്തതായി സന്ധ്യ സാറിന് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. നമസ്കാരം. സിനിമ എന്ന മാധ്യമത്തിലൂടെ താൻ വിശ്വസിക്കുന്ന സത്യം സമൂഹവുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചിരുന്ന സംവിധായകനാണ് രാജേഷ് പിള്ള. അദ്ദേഹവുമായി ഒരു സിനിമയിലാണ് ഞങ്ങൾ സഹകരിച്ചിട്ടുള്ളതെങ്കിലും സിനിമാ ലോകത്തെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ രാജേഷ് തന്നെയാണ്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, നമ്മളുടെ അസ്വസ്ഥതകൾ, നമ്മളുടെ ഭയങ്ങൾ, നമ്മളുടെ സന്തോഷങ്ങൾ, ഇത് മൂന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളവയാണെങ്കിൽ അതായിരിക്കണ്ടേ നമ്മുടെ സിനിമ എന്ന് അദ്ദേഹം ഞങ്ങൾ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞങ്ങളെ സ്ഥിരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ട്രാഫിക് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സിനിമയുടേതായ കലർപ്പ് തിരക്കഥയ്ക്ക് കൂടുതൽ ചടുലത കിട്ടാനോ തിരക്കഥയെ കൂടുതൽ കമേഴ്ഷ്യലാക്കാനോ വേണ്ടി ഞങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളിൽ
രാജേഷ് പറഞ്ഞിരുന്നു ഇത് സത്യമല്ലല്ലോ, അപ്പം നമുക്ക് സത്യം മതി എന്ന് പറഞ്ഞിരുന്ന ആ കലാകാരൻ്റെ പേരിലുള്ള അവാർഡാണ് ഇന്നിവിടെ കൊടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നാളെ ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകാവുന്ന ഒരു പറ്റം കലാകാരന്മാരാണ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, രാജേഷിൻ്റെ പേരിലുള്ള അവാർഡാണ്. സത്യം പറയുക സിനിമയിലൂടെ. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ, വിളിച്ചു പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, സിനിമയുടെ കലർപ്പൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. നിങ്ങളിലുള്ള എൻ്റെ പ്രതീക്ഷ അതാണ്. സത്യമുള്ള സിനിമ നിങ്ങളിലൂടെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നന്ദി. താങ്ക് യു സർ. രാജേഷ് പിള്ള ഫിലിംസിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഡ്വക്കേറ്റ് സി രാജ അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചില നിമിഷങ്ങൾ സന്തോഷവും സങ്കടവും ഒരുമിച്ച് തരുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. വേട്ട എന്നൊരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് സമയമായിരുന്നു ഏകദേശം ഈ സമയം. ഷൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോട് നോക്കിയിരുന്ന ഒരു വർഷമായിരുന്നു 2016. പക്ഷെ അതിൻ്റെ തുടക്കം തന്നെ രാജേട്ടൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു ദുഃഖമുണ്ട്. അപ്പോൾ ആ ദുഃഖം നിലനിൽക്കെ തന്നെ അതിനുശേഷം ആ ഒരു ദുഃഖമാണിപ്പോൾ ഈ നിമിഷത്തിലുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിൽ സന്തോഷിക്കേണ്ട ഒരവസരം എനിക്ക് തോന്നുന്നത് പുതിയ ആൾക്കാർ ഇതിലൂടെ വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് രാജേഷേട്ടൻ തന്നെ ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ചാണ് അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസിൽ കൂടെയാണ് രാജേഷേട്ടൻ തന്നെ സിനിമയിലോട്ട് വരുന്നത്. അതായത് അതിന് അവാർഡ്സ് മേടിക്കുകയും അതിൽ കൂടെ റെക്കഗ്നീഷൻ ഉണ്ടാവുകയും ഒക്കെയാണ് തിരിച്ച് സിനിമയിലോട്ട് വന്നത്. പിന്നെ ഒരു സിനിമ, ആദ്യത്തെ സിനിമ എന്നൊരു പരാജയത്തിൽ നിന്ന് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നേരിട്ട് പലരുടെയും നിന്ദയും ഒക്കെ സഹിച്ച് ആണ് ട്രാഫിക് എന്നൊരു സിനിമ. തീർച്ചയായും ബോബി സഞ്ജയ് എന്നുള്ളൊരു രണ്ട് ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ അത് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് രാജേഷ് പിള്ള എന്നൊരു വ്യക്തിക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തത്. അത് കഴിഞ്ഞ് തീർച്ചയായും ചുരുക്കം സിനിമകളെ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൊണ്ടും സമയപരിമിതികൾ പോലും ഒക്കെ സാധിച്ചുള്ളൂ. അതിൽ പ്രധാനമായും ട്രാഫിക് എന്നൊരു ഹിന്ദി സിനിമ ഒരു മെഗാ ഇതിൽ പോയപ്പോഴത്തേക്കുണ്ടായ സമയനഷ്ടം തന്നെയായിരുന്നു തീർച്ചയായും. അപ്പോൾ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു നോക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പലരും പറഞ്ഞതാണ് ഇത്രയും കഷ്ടപ്പെടേണ്ട, വേറെ പ്രൊഫഷൻസിലോട്ട് തിരിച്ചു പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിലോട്ട് ഏർപ്പെടാം എന്ന് പറഞ്ഞപ്പോഴും സിനിമ എന്നൊരു ഒരു മാധ്യമം അദ്ദേഹത്തിന്റെ പാഷൻ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു. സിനിമ എന്നതിനപ്പുറം ആയി അദ്ദേഹത്തിന് ഒന്നുമില്ലായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ വേട്ടയുടെ സമയത്ത് പോലും പല സമയത്തും ശാരീരിക അസ്വസ്ഥതകളുള്ളപ്പോൾ നമ്മൾ പറഞ്ഞു ഷൂട്ടിംഗ് വേണമെങ്കിൽ മാറ്റിവെക്കാം, റിലീസ് വേണമെങ്കിൽ മാറ്റിവെക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, സിനിമ എന്തായാലും മുന്നോട്ട് പോകണം, അത് എൻ്റെ ആരോഗ്യം നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിക്സിങ്ങിന്റെ സമയത്താണ് രാജേഷേട്ടൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും റിലീസിന്റെ അന്ന് തന്നെയാണ് രാജേഷേട്ടൻ ഞങ്ങളെ വിട്ടുപോയതും. പക്ഷെ ആ സമയത്തും എല്ലാം നമുക്ക് തന്നുകൊണ്ടിരുന്ന സപ്പോർട്ടുണ്ട് രാജേഷേട്ടൻ, ഒരു എനർജിയും. അതായത് സിനിമ എന്നുള്ളൊരു മാധ്യമം എപ്പോഴും മുന്നോട്ട് പോകണം എന്നുള്ളൊരു അതിനുവേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. സോ ഇപ്പോൾ ഈ ഇരിക്കുന്ന പുതിയ ആർട്ടിസ്റ്റ് അപ്കമിങ് ടാലൻസിനോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. ആ എടുത്ത എഫേർട്സ്, ഹാർഡ്ഷിപ്സ്, സ്ട്രഗിൾസ് അതിന്റെ പകുതി നിങ്ങൾ സഹിച്ചാൽ തന്നെ ഒരു വലിയൊരു ഒരു കരിയർ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നുണ്ട്. എനിക്ക് സിനിമയിലൂടെ നേടാൻ പറ്റുന്ന ഒരു പ്രശസ്തിയും പേരും അതിന് തുടരെയാണ് അതിന്റെ പണം വരുന്നത്. പക്ഷെ മെയിനായിട്ട് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റും അതിൽ കൂടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതും ഒട്ടനവധി കാര്യങ്ങളാണ്. സോ അത് സഞ്ജയ് സൂചിപ്പിച്ചതുപോലെ സത്യസന്ധതയോടുകൂടി നിങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. സാറിന്റെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ അടുത്തതായി മെഡിമിക്സ് മാക് 2016 ഒരു ഷോർട്ട് മൂവി കാണാനുള്ള സമയമാണ്. സോ എവരിവൺ ഓൺ ടു ദ സ്ക്രീൻ പ്ലീസ്.
ಹಲೋ, ಹೌದು, ಯಾರು ಮಾತನಾಡುದು? മലയാളി അന്ന്. ഓ, എന്തുവാ താഴെ നിൽക്കുവന്ന്? ഒരു കാര്യം ചെയ്യും, ഇനി കയറി പോരെ. ഓ, രണ്ടാമത്തെ നിലയല്ലേ? ഓ, ആരോ വരുന്നുണ്ടെന്ന്. എന്റെ കൊച്ചു അതേ പിടിച്ച് തിരിച്ചോണ്ടിരിക്കുന്ന പണിയെടുക്കാൻ നോക്കെ. ടൈപ്പ് ചെയ്യുന്നത് കൊള്ളാം. മുമ്പേ കാണിച്ചതുപോലെ പേപ്പർ വെക്കാതെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കരുത്. ഇത് തന്നെ കയറി പോരെ. ഇരുന്നാട്ടെ. ഞാൻ മാത്യൂസ്. ഇപ്പൊ വിളിച്ചു. മനസ്സിലായി. സാറ് വാങ്ങാനാണോ വിൽക്കാനാണോ? വാങ്ങാനാ. ഓ, അല്ല സാറേ, ഈ പ്ലോട്ടാന്നോ വീടാന്നോ അതോ എസ്റ്റേറ്റാന്നോ? അല്ല, എന്തായാലും ഞങ്ങള് തന്നെ ഈ ഏരിയയിൽ ബെസ്റ്റ് അല്ലയോ? അല്ലാതിപ്പോ പറയാതെ സാറിന് അറിയാമല്ലോ. ആക്ച്വലി ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ബോർഡിൽ നിങ്ങളുടെ നമ്പറാണ് കണ്ടത്. ആണോ? അല്ല, ബോർഡ് എല്ലായിടത്തും വച്ചിട്ടുണ്ടേ. അതിലെ ഏതാണ്? ഇൻഡസ്ട്രിയൽ ഏരിയ ഇല്ലേ, അതിന്റെ അടുത്തുള്ള വീട്. ഗ്രേസ് വില്ല എന്നാ പേര് കണ്ടത്. ഓ, ആ വീടായിരുന്നു. ആ സാറ് ആ വീട് കണ്ടായിരുന്നു? ഞാൻ കണ്ടിരുന്നു. ഞാനിവിടെ പോയിട്ടാ വരുന്നത്. ഓഹോ, അപ്പോ അതിന് എന്ത് വില വരുമെന്നാ? അതിനിപ്പോ ഒരു 3 ലക്ഷം. ഏറി വന്നാ 3.5. അല്ലേ, ഇപ്പോ നിങ്ങളെ വിശ്വസിക്കുന്ന അറിയില്ല, അവരെ അതിന് ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. 25 lakhs? ആ വീടിനോ? നോ വേ. 5 കൊല്ലമായി ആ ബോർഡ് അവിടെ തൂക്കിയിട്ട്. ചോദിച്ചു വരുന്നവരൊക്കെ ഈ വില കേൾക്കുമ്പോ ഇട്ടേ ചെങ്ങപ്പൊക്കളയും. വരുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ സാരി ഗ്രേസ് എന്നോ മറ്റൊരു സ്ത്രീയാണ് അവിടെ താമസം. പിന്നെ ഒരു ചെറുക്കനുണ്ടായിരുന്നത് കുറച്ചു കാലം മുമ്പ് അങ്ങ് ചാത്തുപോയി. അവർക്ക് ഇതൊന്നും വെക്കണമെന്നില്ലെന്നാ തോന്നുന്നത്. ഓ, അവരോട് താമസം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കാണാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ഞാൻ കേട്ടെ. ഓ, ഇന്നെങ്കിലും ഒരു കച്ചവടം നടക്കുമെന്ന് കരുതിയതാ. 3 ലക്ഷത്തിന്റെ മുതൽ ആരെങ്കിലും 25 ലക്ഷത്തിന് വാങ്ങിക്കോ കൊച്ചേ. ഒരു കാര്യം ചെയ്, ആ പെണ്ണുപിള്ളെ വിളിച്ച് പറഞ്ഞേരെ. എന്തിനാണോ എന്തോ. Yes, hope you all enjoyed the film. So, ഇനി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് 2016 അവാർഡ്സ് അനൗൺസ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. സോ ഫസ്റ്റ്, സെക്കൻഡ് റണ്ണർ അപ്പ് ഷോർട്ട് ഫിലിം. എനി ഗസസ്? നോ ഗസസ്. ഒരു ഗസ്സും ഇല്ലായിരുന്നു. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും വളരെയധികം ഡിസേർവിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആണ്, അതിലൊരു ഡൗട്ടുമില്ല. ഇത്രയും വലിയ ടാലന്റഡ് പ്രതിഭകൾക്ക് ആരായിരിക്കും സെക്കൻഡ് റണ്ണർ അപ്പ് എന്ന് ഗസ് ചെയ്യാൻ പറ്റില്ലേ? ഗസ് ഉണ്ടോ? ഓൾറൈറ്റ്, സോ സെക്കൻഡ് റണ്ണർ അപ്പ് ഫോർ സ്മാർട്ട് 2016 നിങ്ങൾ അല്പനേരം മുൻപ് കണ്ട സസ്പെൻസ് ത്രില്ലർ ഗ്രേസ് വില്ല. സോ നല്ലൊരു കൈ കൊടുക്കാം ഫോർ ദ ടീം ഗ്രേസ് വില്ല. സോ ഗ്രേസ് വില്ലയുടെ ഫിലിം മേക്കേഴ്സിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരെ നല്ലൊരു കൈയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. Grace Villa director and his team, please come on to the stage. So Grace Villa director, Binoy TV, രണ്ട് വാക്ക് സംസാരിക്കുക ഈ ഒരു ഫിലിമിനെ കുറിച്ച്. എൻ്റെ പേര് ബിനോയ്, ഗ്രേസ് വില്ലയുടെ സംവിധായകനാണ്. ചില വേദികൾ വരുന്നൊരു സന്തോഷമുണ്ട്. അത് ആൾക്കാരുടെ എണ്ണത്തിൽ കൂടുതലോ ഉണ്ടോ അങ്ങനെ മാത്രമായിരിക്കണമെന്നില്ല. ഇത് പ്രത്യേകിച്ച് ഈ വേദിയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ശ്രീമാൻ രാജേഷ് പിള്ള, അത് ഞങ്ങളൊക്കെ ട്രാഫിക്കൊക്കെ ഞങ്ങളെ എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുന്ന ഒരു സമയത്താണ് ട്രാഫിക്കൊക്കെ ഞങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സംവിധായകന്റെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണയൊക്കെ നടത്തുന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രേസ് വില്ലയ്ക്ക് ഒരു സാന്നിധ്യമാവാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ വേദിയിൽ ഗ്രേസ് വില്ല പ്രദർശിപ്പിക്കാൻ പറ്റിയതിലും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കൈയടിച്ചതിലും സന്തോഷം. ഞങ്ങളെ
മൊത്തം ടീമിനെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ഷോർട്ട് നോട്ടീസിലായതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ എൻ്റെ കുറച്ച് ടീം അംഗങ്ങളെ എത്തിച്ചേരാൻ വിളിക്കുകയാണ്. എഡിറ്റർ മിഥുൻ, ആർട്ട് ഡയറക്ടർ സാമി വാസ്. ഷോർട്ട് ഫിലിം ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ആദ്യമായി നന്ദി പറയേണ്ട ഒരാള് അഭിലാഷ്, ഇത് പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ സുഹൃത്ത് അഭിലാഷാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സിനിമാറ്റോഗ്രാഫി ചെയ്തത് ബാഫൻ രമേഷ്, സൗണ്ട് ഡിസൈൻ ചെയ്തത് ശ്രീജിത്ത് CV. ബാക്കി മിഥുൻ ചന്ദ്രൻ ആണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഇൻക്ലാബ്സ് എന്നൊരു ടീമിൻ്റെ രണ്ടാമത്തെ ഔട്ട്പുട്ടാണ് ഗ്രേസ് വില്ല. ഞങ്ങൾ ആദ്യം മിഥുൻ ഡയറക്ട് ചെയ്ത തവിടോടി ജീവിതമാണ് ഇൻക്ലാബ്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഷോർട്ട് ഫിലിം. അത് രണ്ടാമതാണ് ഗ്രേസ് വില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് സിനിമയും ഷോർട്ട് ഫിലിമും ഒക്കെ. അപ്പോൾ എല്ലാവരുടെയും ആശംസകളും പ്രോത്സാഹനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ അടുത്തതായി ഗ്രേസ് വില്ല ഓണർ ചെയ്യേണ്ട ഒരു സമയമാണ്. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് മിസ്റ്റർ അനു. സോ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, മൊമെന്റ് നൽകിക്കൊണ്ട് ഈ ഒരു ടീമിനെ ഓണർ ചെയ്യാനായിട്ട്. സർട്ടിഫിക്കറ്റ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗുരു സർ. ക്യാഷ് പ്രൈസ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ പ്രകാശ് ഫ്രോം പാലക്കാട് ജോയ്സ്. ഗിഫ്റ്റ് പാക്ക് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബിസ്മി ജനറൽ മാനേജർ മിസ്റ്റർ ജിനി ജോർജ്. വെൽക്കം സർ. Thank you, sir. Thank you so much, and congratulations to the team again. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രേസ് വില്ല പോലെ തന്നെ ഉള്ള ഒരു സസ്പെൻഡ് മൂവി ഇനിയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. I love the smiles out there. To do the things they want to. Live the life they like. When I look around, I see faces with contentment, excitement, camaraderie, composed, glee, relaxed, and even unconditional love and support. The way they live, they are blessed. Why does the world stare at me with contempt? Why don't they treat me with dignity? Look down with mockery. I wonder why. Your eyes taunt me like this. Even walk away from me. I wonder why. Reluctant to react, or even confused to conceive. Your scornful look always haunts me. The hatred on your face, or the fun you feel for. I wonder why. A million voices disturbs me every moment. I feel hurt, devastated, or even deprived. But still, I choose to be me, always me.
I Wonder Why. അപ്പോൾ സെക്കൻഡ് റണ്ണറപ്പ് ആ ഒരു അവാർഡ് നമ്മൾ കണ്ടു. ഗ്രേസ് വെലയ്ക്കാണ് ആ ഒരു അവാർഡ് നൽകിയത്. ഇനി അടുത്തതായി നമ്മൾ ഇവരും കാത്തിരിക്കുന്ന ഫസ്റ്റ് റണ്ണറപ്പ് അവാർഡ്. And this goes to the team I Wonder Why. അപ്പോൾ നല്ലൊരു കൈഡി കൊടുക്കാം for the team I Wonder Why. So yes, Director Jitin Prakash. So ജിതൻ എന്താണെങ്കിലും ഈ ഒരു സിനിമയെ കുറിച്ച് ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സോ പ്ലീസ്. ഈ ഫിലിം കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ലൈക്ക് ഓക്കെ അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടെങ്കിൽ വിൽ കൺസിഡർ അവർ സെൽഫ് സോ ബ്ലെസ്ഡ്. സോ ഈ ടീമിനൊന്നും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ലൈക്ക് എൻ്റെ അസോസിയേറ്റ് ഇവിടെ ഉണ്ട്, ഈ ഫിലിമിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. എനിവേസ് ലൈക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന് താങ്ക് യു എവരി വൺ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ജിതൻ. സോ ഓണർ ചെയ്യാനുള്ള സമയമാണ്. ഫസ്റ്റ് റൗണ്ടർ ഓഫ് വിന്നേഴ്സ് ഐ വണ്ടർ വൈ. ഇവർക്ക് ഒരു മൊമെന്റ് നൽകിക്കൊണ്ട് ആദരിക്കുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവർ ഫേവറേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ മിസ്റ്റർ സഞ്ജയ്. താങ്ക് യു സോ മച്ച്. സർട്ടിഫിക്കറ്റ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗോൾസ് ജിം MG റോഷിദ ക്യാഷ് പ്രൈസ് നൽകാനായിട്ട്. Yes, once again welcoming Girls Gym MG Roshida. Thank you so much and thank you so much Jibin and Associate Director ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയുള്ളൂ. യെസ്, രണ്ടു പേർക്ക് സംസാരിക്കേണ്ടതോ ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. I tell stories. Long stories, small stories, short stories, tall stories. My story, her story, your story, everybody's stories. But don't trust me, because I never tell you the truth. And I also never lie. The only thing I do is tell stories. A flash of lightning, a flash of reason, a flash of desire, a flash. Of all the flashes, the most intrusive flash, the most selfish, is the flash of a camera. Its sole purpose is to make the picture clearer and brighter. But what happens if the picture is dark and grainy? Is it a bad picture? I'm all right with bad pictures. So you really don't have to use the flash of the camera. Sorry, sir. It's all right. And since we're on the subject, please take out your cell phones and switch them off. Because most intrusive, more than the camera flash, is the cell phone. Please. Now we can start. Where do we start? At the beginning? Or toward the end? Or maybe at the turn? At the turning points? All of us have experienced turning points, no? Huh? Can you please say some? Anything? Huh? So death? Death. Yes, death is a turning point. Any more? Sir, loss? Loss. Loss. And? Love? Love. Yeah, love. Love is most important. We'll start from there. Love. 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 Love.
was a mystery. Yes, once again welcoming the team Rukmini onto the stage. Sumesh Chandra and his team. സുമേഷിന്റെ കൂടെ ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? യെസ്, അവരെ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം എവരിവൺ. സോ യെസ്, അപ്പോൾ രുക്മിണി എന്ന ഈ ഒരു അതിമനോഹരമായ ഷോർട്ട് ഫിലിമിന് മൊമെന്റോ നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു AVA ഗ്രൂപ്പ് ഡയറക്ടർ മിസ്റ്റർ വിവേക്. വെൽക്കം സർ. Congratulations once again. And Vivek sir തന്നെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകിക്കൊണ്ട് ആദരിക്കാനായിട്ട് താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ക്രൂ മെമ്പേഴ്സിലെ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫിലിമിന്റെ പിറകിൽ ഒരുപാട് അധ്വാനം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫിലിം കണ്ടപ്പോൾ തന്നെ ആക്ച്വലി മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഷോർട്ട് മൂവിനെ കുറിച്ച് സംസാരിക്കണം. അതിനായിട്ട് ആരാണ് ആദ്യം കടന്നു വരാം? ഓൾറെഡി സുമേഷ് സംസാരിച്ചു. അടുത്തതായിട്ട് എലിമയാണോ? അല്ല, ഓക്കെ. എന്താണെങ്കിലും നിങ്ങൾ 3 പേരും സംസാരിക്കണമെന്ന് ഞങ്ങളുടെ അതിയായ ഒരു ആഗ്രഹമുണ്ട്. സോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കടന്നു വരാം. ഈ ഒരു ഷോർട്ട് മൂവിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം പ്ലീസ്. മൈ നെയിം ഈസ് സഞ്ജന. ഞാൻ ഈ ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൂടുതലൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. കുറച്ച് 2-3 ദിവസത്തെ വർക്കായിരുന്നു. ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാം നന്നായി തന്നെ വന്നു എന്ന് കരുതുന്നു. താങ്ക് യു. താങ്ക് യു സഞ്ജന. ആൻഡ് അടുത്തതായിട്ട് ഹലോ, എൻ്റെ പേര് അമിത് എന്നാണ്. ഞാനിതിൽ അസോസിയേറ്റ് ക്യാമറ ആയിരുന്നു. ക്യാമറാമാൻ ഇവിടെ ഇല്ല. സോ ഇത് ആക്ച്വലി ഞങ്ങളുടെ ഇവരുടെ ബാച്ചിൻ്റെ ഒരു ഡിപ്ലോമ പ്രൊജക്റ്റ് ആയിരുന്നു. ഇത് ചെയ്യുമ്പോഴുള്ള കുറേ അങ്ങനെ പ്രശ്നങ്ങൾ അതൊക്കെ യൂഷ്വലാണ്. ബട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സുമേഷിൻ്റെ ഇതിൽ ആ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവനത് എഡിറ്റിങ്ങിലും ബാക്കി കാര്യങ്ങളത് മേക്കപ്പ് ചെയ്തു. ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഈ ഒരു ലെവലിലെത്തിയതിൽ സന്തോഷമുണ്ട്. ഒരു അവാർഡ് കിട്ടിയതിൽ സന്തോഷം. താങ്ക്സ്. എൻ്റെ പേര് നബീൽ. ഞാനതിലെ അസിസ്റ്റൻ്റ് എഡിറ്ററാണ്. 3-4 ദിവസത്തെ ഷൂട്ടാണിത്. നൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് എഫർട്ട് എടുത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നും പറയില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ ഒരിക്കൽ കൂടി രുക്മിണി എന്ന ഈ ഒരു ടീമിന് നല്ലൊരു കൈഡി കൊടുക്കാം ഫോർ ദ വണ്ടർഫുൾ വർക്ക്. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ 3 വിനേഴ്സിനെയും ഇപ്പോൾ അനൗൺസ് ചെയ്തു. എന്താണെങ്കിലും ഈ ഒരു സ്മാക്ക് 2016 നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. യങ്സ്റ്റേഴ്സിനുള്ള ടാലന്റ് വളരെ അധികമാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകൾ ഇപ്പോൾ സുമേഷിനെ തന്നെ നമ്മൾ കണ്ടു. ബാക്കി എല്ലാ ഡയറക്ടേഴ്സിനും അതിൻ്റെ പിറകിൽ വർക്ക് ചെയ്ത ആളുകളെ നമ്മൾ കണ്ടു. വളരെ യങ് ആണെങ്കിലും വളരെ എളിമയുള്ള ആളുകളാണെങ്കിലും അതിൽ കൂടുതൽ ടാലന്റ് ഉള്ള ആളുകളാണെന്ന് മനസ്സിലായി. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി വിന്നേഴ്സ് വൺസ് അഗൈൻ. അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരു സാധാരണക്കാരൻ്റെ ഒരു കഥ. അത് കഥയല്ല, ആക്ച്വലി ഒറിജിനലി നടന്ന ഒരു സംഭവമാണ്.
നമ്മളെക്കാൾ സാധാരണക്കാരായ ഒരു ചായക്കടക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയിട്ട് ആ ഒരു ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് 18 രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മൾക്ക് എല്ലാവർക്കും. സോ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ആണ് നമ്മൾക്ക് സ്മാക്ക് 2016 അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. സോ പ്ലീസ്. And that was Invisible Wings. Yes, SMAC 2016 ഈ ഒരു വേദിയിൽ ഈ ഒരു പരിപാടിയിൽ ഒരു സ്പെഷ്യൽ അതിഥി കൂടി നമ്മളോട് കൂടെ ചേർന്നിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട താരം കുഞ്ചാക്കോ ബോബൻ. സോ അദ്ദേഹത്തെ നല്ലൊരു കൈയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. ഓൾറൈറ്റ്, സോ ബാക്ക് ടു ദിസ് ഇൻവിസിബിൾ വിങ്സ് എന്ന ഈ ഒരു ഇൻസ്പിറേഷണൽ ഷോർട്ട് മൂവി ഇത് ഡയറക്റ്റ് ചെയ്ത് ഡയറക്ടർ ഹരിയെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ അദ്ദേഹത്തെ കൂടി നമുക്കൊരു നിറഞ്ഞ കൈയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. ഹരി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. സോ ഇൻവിസിബിൾ വിങ്സ് എന്ന ഈ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ കുറിച്ച് അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സിനിമയെ കുറിച്ച് അധികമൊന്നും പറയാനൊന്നുമില്ല. ഈ രണ്ട് പേരാണ് ഇതിനുള്ള കാരണം. അവർ രണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ട്രാവൽ ചെയ്ത കാരണമാണ് ഈ പടം ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നിപ്പോവും ഇവർ ട്രാവൽ ചെയ്ത കാരണം എനിക്കൊരു ചെറിയൊരു കറിവള്ളി കിട്ടി ഒരു പടം എടുക്കാനായിട്ടും. അല്ലെങ്കിൽ കുറേ അധികം പേരിലേക്ക് ഇങ്ങനൊരു മെസ്സേജ്. ഇപ്പോൾ ഇടയ്ക്ക് വിജയൻ ചേട്ടനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും, വിജയൻ ചേട്ടൻ ട്രാവൽ ചെയ്തത് ഈ സിനിമ എടുക്കാനൊരു കാരണമാണ്. അതല്ലാണ്ട് തന്നെ ഇപ്പം കുറേ അധികം പേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഈ ഫിലിമും പുള്ളിയുടെ ജീവിതവും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം സിനിമയെക്കുറിച്ച് ഈ സിനിമ എടുക്കാനുള്ള കാരണമുണ്ട്. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 2013 അപ്പോൾ ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോവാം. ഒരു സിനിമയൊക്കെ ശരിയായി. അപ്പം പടം ചെയ്യാമെന്നൊക്കെ രീതിയിൽ പോകുമ്പോൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് പുള്ളീനെ കണ്ട് ആ കടയിൽ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഇത് ചെയ്യാണ്ട് നമ്മൾ വേറൊരു സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അതുകൊണ്ട് ശരിയാവില്ല. അപ്പം ഇത് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളിയോട് ചോദിച്ചു അടുത്ത ട്രാവൽ എങ്ങോട്ടാണെന്ന്. അപ്പം ഇത് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്ക് 64 വയസ്സുണ്ട് 2013. അപ്പോൾ ഇമ്മീഡിയറ്റ് ഉത്തരം എന്താണെന്ന് വെച്ചാൽ 2020 അർജൻറ്റീന കാണാൻ പോകുന്നു. അത് 65 വയസ്സുള്ള മനുഷ്യൻ 70ാമത്തെ വയസ്സിൽ നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മളിവിടുന്ന് മൂന്നാർ പോകാനുള്ള ബസ് ടിക്കറ്റ് എങ്ങനെ എടുക്കും, അതെങ്ങനെ പോകും, അവിടെ എവിടെ താമസിക്കും എന്നൊക്കെയാണ് നമ്മുടെ സാധാരണ കുറേ അധികം ചോദ്യങ്ങൾ. അപ്പം ഇതൊന്നും ഇല്ലാതെ ഒരു പുള്ളി പറയുകയാണ് 65 വയസ്സിൽ 70 വയസ്സ് ഞാൻ പോകാമെന്ന് അർജൻറ്റീനയിലോട്ടേ. ഭാഷ പോലും അറിയില്ല. അപ്പം ഇത്രയും ഡിറ്റർമിനേഷനുള്ള ആൾക്കാർ ഞാൻ കണ്ടുപിടിയിട്ടൊന്നുമില്ല. അത് കാശുണ്ട്, കാശ് വേണം ഈ പരിപാടിക്ക് പോകണമെങ്കിൽ. പിന്നെ ഈ തെറിച്ച് പോകുന്ന കുടുംബമൊന്നുമല്ല. എന്നാ വെച്ചാൽ കുടുംബത്തിൻ്റെ ഭദ്രത കറക്റ്റാണ്. പുള്ളി വെള്ളമൊക്കെ ഇതൊക്കെ അടിച്ച് പോകുന്ന കുടുംബമൊന്നുമല്ല. എല്ലാവരും വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭാര്യയുണ്ട്, മക്കളുണ്ട്, മക്കളെ കല്യാണം കഴിച്ച് വിട്ട്. അപ്പം എല്ലാ സൈഡിൽ നോക്കുമ്പോഴും പുള്ളിയുടെ ജീവിതം വളരെ മനോഹരമായ ജീവിതമാണ്, പാട്ട് പോലെയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഇതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ 1-2 കൊല്ലമൊക്കെ എടുത്തു. പിന്നെ സിനിമ കാണിക്കാനായിട്ട് കുറച്ചധികം ട്രാവൽ ചെയ്തു. ഒരു 80-85 ദിവസം സൈക്കിളിൽ സൗത്ത് ഇന്ത്യ. അന്ന് വന്നപ്പം അനൂപ് സാറിനെ കാണാമെന്നൊക്കെ മറ്റേ നെടുങ്ങാടി സാറ് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ല, അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 10-80 ദിവസത്തോളം ഒരു 14,000 കിലോമീറ്റർ ഈ പറയുന്ന ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങി കുറേയധികം വില്ലേജസുകളും ചെന്നൈയിലും ഒക്കെ കൂടി ട്രാവൽ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടെന്ന് ഈ ഭാഷ പോലും അറിയാത്ത ഭയങ്കര ഇൻറ്റീരിയർ വില്ലേജസിലെ ആളുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കുഗ്രാമങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഡിറ്റർമിനേഷൻ, അവരിത് കണ്ടു കഴിയുമ്പം നമ്മളിങ്ങനെ സെറ്റിൽ ചെയ്യേണ്ട ആൾക്കാരൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന ഒരു ഡിറ്റർമിനേഷനിലേക്ക്. മലയാളം കേട്ടിട്ടാണെങ്കിൽ പറയുന്നത്, ഇംഗ്ലീഷ് സബ്ടൈറ്റിലൊന്നും വായിക്കാൻ അറിയുന്നില്ല. അപ്പം ഈ മലയാളത്തിൽ നിന്ന് എസൻസ് മനസ്സിലായിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഭയങ്കര വലുതാണ്. അപ്പോൾ എനിക്കിത് 10 മിനിറ്റിനുള്ളിൽ ഇത്രേ പറയാൻ പറ്റിയിട്ടുള്ളൂ.
നമ്മുടെ ഈ കടയിൽ എല്ലാവരും പോകണം കേട്ടോ. ഈ ഗാന്ധിനഗറിലാണ്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും മോഹന അമ്മേനെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു സമയം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ. അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണം മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്, അതൊക്കെ എന്തിനാണ് ഈ സാധനമൊക്കെ എടുത്തു വെക്കുന്നതെന്നൊക്കെ ഉള്ളൊരു സാധനം പുള്ളിക്കാർ പറഞ്ഞു തരും. എന്നുവെച്ചാൽ ഒരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മറ്റേ എടുത്ത് കൊടുക്കുകയാണ്, എന്നാ ഊരി പണയം വെച്ചോളാൻ. ആ കൊച്ചിന് മനസ്സിലായി. അപ്പോൾ ഊരി വെച്ചോളം പറയാണ്. അപ്പോൾ ഭയങ്കര ഡിറ്റർമിനേഷനാണ്. ഈ അമ്മ കാരണമാണ്, ഈ ചേച്ചി കാരണമാണ് ഇവർ ട്രാവൽ ചെയ്യാനുള്ള ഇദ്ദേഹം ഇത്രയും രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തത്. അല്ലെങ്കിൽ ചില വല്ല രാമേശ്വരം അതൊക്കെ ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ടാവും. അപ്പം ഇവരുടെ സ്ട്രെങ്താണ് ഇദ്ദേഹത്തിനെ കൊണ്ട് ട്രാവൽ ചെയ്യിക്കാനുള്ള ഫസ്റ്റ് സംഭവം. അപ്പോൾ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഭയങ്കര രസമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ ശരിയാവില്ല. ശരിയെന്നാ ബൈ. താങ്ക് യു സോ മച്ച് ഹരി ചേട്ടാ. അപ്പോൾ വിജയൻ ചേട്ടനും വൈഫും എന്താണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആകണം. അവരെ ഒന്നുകൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഹരി. ആൻഡ് നൗ സ്മാർട്ട് 2016 അടുത്തതായി യൂത്ത് ഐക്കൺസ് അവാർഡ്സ് 2016 ആണ്. ആൻഡ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്ന ആക്ട്രസ് എന്ന് പറയുന്നത് വെൽ ഡിസേർവ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷിന്റെ പ്രതികാരം എന്നൊരൊറ്റ ഫിലിം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ ഒരാളാണ്. അപ്പൊ കൂടുതൽ ഇൻട്രോ ഒന്നും വേണ്ട. ദി വെരി ടാലന്റഡ്, ദി വെരി യങ് അപർണ ബാലമുരളി. സോ വെൽക്കമിങ് യു ഓൺ ടു ദ സ്റ്റേജ് അപർണ. സോ യൂത്ത് ഐക്കൺ 2016 അപർണ ബാലമുരളി. സോ നമ്മുടെ യൂത്ത് ഐക്കണോട് തന്നെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ ഗാദേർഡ് ഹിയർ. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ. സ്മാക് 2016 യൂത്ത് ഐക്കൺ അവാർഡ് എന്ന് പറയുന്ന ഓരോ അവാർഡ്സും സ്പെഷ്യലാണ്. എനിക്കിപ്പോൾ ഒരു ബിഗ്നറാണ്. മഹേഷിൻ്റെ പ്രതികാരം എനിക്ക് കുറേ അപ്രിസിയേഷൻസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സോ ഓൾ ബിക്കോസ് ഓഫ് ദ ഡയറക്ടർ ദിലീഷ് പോത്തൻ. ദിലീഷ് ഏട്ടൻ്റെ ആ ഒരു ഡയറക്ഷൻ കാരണമാണ് ആ മൂവി ആണെങ്കിലും എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഇത്രയും ആൾക്കാരിലേക്ക് എത്തുന്നത്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവണത് ഞാൻ ദിലീഷ് ഏട്ടൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് ഓരോ അവാർഡ് കിട്ടുമ്പോഴും. കാരണം ജിംസി ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം മീ. ആ ജിംസി എന്നുള്ളൊരു ക്യാരക്ടർ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം ആൻഡ് ഹൗ ഹി മെയ്ഡ് മീ ഡു ഇറ്റ്. ഞാൻ പോലും അറിയാണ്ടാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. സോ ഐ താങ്ക് ഹിം. ഐ താങ്ക് സ്മാക് ഈ ഒരു അവാർഡ് എനിക്ക് തരുന്നതിന്. സോ താങ്ക് യു സോ മച്ച്. സോ യൂത്ത് ഐക്കൺ അവാർഡ് 2016 അപർണ ബാലമുരളിക്ക് ആ ഒരു മൊമെന്റ് നൽകാനായി വേദിയിലേക്ക് ഏറ്റവും ഹാർദവം സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ സഞ്ജയ്, സ്ക്രിപ്റ്റ് റൈറ്റർ. സോ പ്ലീസ്. സോ സഞ്ജയ് സർ മൊമെന്റ് അപർണ ബാലമുരളിക്ക് നൽകിക്കൊണ്ട് യൂത്ത് ഐക്കൺ അവാർഡ് 2016 നൽകുകയാണ്. 1 more actually. Abarna വളരെ പറക്കാണ് തോന്നുന്നു. But actually there is 1 more gift for you. So please get back to the stage. So Youth Icon Awards 2016 അടുത്തതായി സർട്ടിഫിക്കറ്റ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ജിനു ജോസ്, ബിസിനസ് ഹെഡ് ബിസ്മി. വെൽക്കം സർ. താങ്ക് യു സർ. യെസ്, താങ്ക് യു സോ മച്ച് അപർണ. പ്രൈസസ് ഒന്നുമില്ലെങ്കിലും നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു വീഡിയോ ആണ് അടുത്തതായിട്ട് സ്മാക് 2016 നമ്മൾ കാണാൻ പോകുന്നത്. സോ എല്ലാവരെയും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. And that was an inspirational movie called Vicky. So
it's time to give the Social Responsibility Awards 2016. ഈ ഒരു അവാർഡിന് അർഹനായിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തെരുവിലെ കുട്ടികൾക്കും വയസ്സായ ആളുകൾക്കും വേണ്ടിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അദ്ദേഹം. ഇതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ അദ്ദേഹം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തെരുവോരം എന്ന NGO നടത്തി വരുന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൽ നിന്ന് അമേസിംഗ് ഇന്ത്യ പുരസ്കാരം നേടിയ സാമൂഹിക പ്രവർത്തകൻ തെരുവോരം മുരുകനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവാർഡ് 2016 അർഹരായിരിക്കുന്നത്. സോ അദ്ദേഹത്തെ നല്ലൊരു കൈയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, അദ്ദേഹത്തിന് ഹാർദവമായ സ്വാഗതം ഈ ഒരു വേദിയിലേക്ക്. അദ്ദേഹത്തിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവാർഡ് 2016 നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ജിനു ജോസ്, ബിസിനസ് ഹെഡ് ബിസ്മി. താങ്ക് യു സോ മച്ച് സർ. വേദിയിലുള്ള സിനിമാ പ്രവർത്തകരെ, ഒപ്പം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന പുതിയ സംവിധായകരും മറ്റും എല്ലാ മേഖലയിലുമായി ഡോക്യുമെൻ്ററിയിലൂടെ മുമ്പോട്ട് വരുന്ന പുതിയ തലമുറയിലെ സുഹൃത്തുക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കുഞ്ചാക്കോവൻ ചേട്ടനും ആ ചേട്ടൻ്റെ ഭാര്യ പ്രിയ ചേച്ചിയും. ഒപ്പം ഈ രാജേഷ് പിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ രാജുവേട്ട ഒരു പക്ഷേ ഇത് അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കാം. കുഞ്ചാക്കോവൻ ചേട്ടനെ അറിയാമല്ലോ, ഷൂട്ടിംഗ് നടന്നത് ഗാന്ധിനഗറിലായിരുന്നല്ലോ, ട്രാഫിക്കിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഗാന്ധിനഗറിലായിരുന്നു. അപ്പോൾ കുഞ്ചാക്കോവൻ ചേട്ടനെ കാണാനായിട്ടാണ് സ്ഥിരം അവിടെ വന്നിരുന്ന സമയത്ത് രാജു പിള്ള സാർ വളരെ ഒച്ചത്തിൽ ഷോട്ട് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ഭയങ്കര സ്വരത്തിൽ ഒച്ചയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഷൗട്ട് ചെയ്യണത് കണ്ടു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധായകനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഇയാൾ എന്ത് മനുഷ്യനെ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കാനായിട്ട് ഇയാൾക്ക് എന്താ വട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു മനസ്സിൽ, പറഞ്ഞൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം, ലോകത്ത് വലിയ വലിയ സമ്പാദ്യങ്ങളും സ്വർണവും വീടും ഒക്കെ വച്ച് വലിയ സമ്പാദ്യങ്ങളൊക്കെ നേടിവെച്ച് പോകുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മനുഷ്യരും അറിയണമെന്നില്ല. ആ നല്ല മനുഷ്യൻ എടുത്ത ഒരു ട്രാഫിക് എന്ന സിനിമയിലൂടെയും മറ്റു അദ്ദേഹം ചെയ്ത നന്മ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ്, ഇതെല്ലാം ആ മനുഷ്യനിലെ നന്മയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ആ നന്മയുള്ള മനുഷ്യൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എന്നെ ഈ അവാർഡിന് പരിഗണിച്ച എല്ലാവർക്കും, ഈ ഇതിലെ സംഘാടകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് 1 മിനിറ്റ്. കേരളത്തിലാകെ 3668 അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റബിൾ ട്രസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 3000 സ്ഥാപനങ്ങൾ, ബാക്കി ഒരു 90% സ്ഥാപനങ്ങളും ചാരി ഇരുന്ന് പുട്ടടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റബിൾ ട്രസ്റ്റ് പരിപാടി നടത്തിക്കൊണ്ട് 10% സ്ഥാപനങ്ങൾ മാത്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ അനാഥാലയങ്ങളിൽ 90% കുട്ടികളും അനാഥരല്ല, 10% കുട്ടികൾ മാത്രമാണ് അനാഥരായിട്ടുള്ളത്. 90% കുട്ടികളും അനാഥരെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ സംഭാവന മേടിക്കുന്നത്. സംഭാവന മേടിക്കുന്ന 90% പൈസയും ഇവിടെ ഭൂമിയും കെട്ടിടവും സ്ഥലമാണ് ഇവർ മേടിച്ചു കൂട്ടുന്നത്. പോരാത്തതിന് ഭിക്ഷാടന മാഫിയ എന്ന് പറഞ്ഞ് കുറേ പേര് ഭിക്ഷ എടുത്ത് തെരുവിൽ ജീവിക്കുമ്പോൾ കുറേ ചോറ് മാഫിയങ്ങളൂടെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. തെരുവിൽ കാണുന്ന ആൾക്കാർക്കെല്ലാം ചോറ് വിതരണം ചെയ്യണം ഇവരുടെ പരിപാടി. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, തെരുവിൽ ചോറ് കൊണ്ട് കൊടുക്കുക. എന്താണ്, 10 പൊതി ചോറ് കൊടുക്കും, 2000 പൊതി ചോറ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് കാശ് മേടിക്കും. നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ വിദേശത്തൊക്കെ കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ ഈ ചോറ് കൊടുക്കാനായിട്ട് ആൾക്കാരെ ഏൽപ്പിക്കും. പക്ഷേ ഈ ചോറ് കൊടുക്കുന്നത് കണ്ണുള്ളവനും കാലുള്ളവനും ചെവിയുള്ളവനാണ് കൊടുക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ തന്നെ 10-2000 പേര് വന്ന് അവിടെ ഭിക്ഷ എടുക്കാൻ വന്നവനും കള്ളനും പിടിച്ചുപറിക്കാരനും മോഷണക്കാരനും ചോറ് കൊടുക്കും.
അപ്പോൾ സഹായം കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട കൈകളിലേക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് സഹായം കൊടുക്കുമ്പോൾ എന്ത് സഹായമായിക്കോട്ടെ അത് കൊടുക്കുന്നത് അർഹതപ്പെട്ട കൈകളിലേക്ക് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. സോ അടുത്തതായി നമ്മൾ ഏവരുടെയും പ്രിയപ്പെട്ട താരം, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കലാഭവൻ മണിച്ചേട്ടൻ അഭിനയിച്ച ആംബുലൻസ് എന്ന ഒരു ഷോർട്ട് മൂവിയാണ് അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത്. സോ പ്ലീസ് വാച്ച് ഇറ്റ്. So we are moving on to the Youth Icons Award 2016 Male. ഈ ഒരു അവാർഡിന് അർഹനായിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കിസ്മത്ത് എന്ന ഒരു ഒറ്റ ഫിലിമിലൂടെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനം കവർന്ന ദി യങ് സ്റ്റാർ ഷെയ്ൻ നിഗം. യെസ്, ഷെയ്ൻ നിഗത്തെ നല്ലൊരു കൈയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷമുണ്ട് ഇങ്ങനെ അവാർഡ് കിട്ടിയത്. പിന്നെ എന്താ നിങ്ങളുടെ സ്നേഹമാണ് ഈ അവാർഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും. പിന്നെ ഇതിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത് വളരെ നല്ലതാണ്. കാര്യം കുറേ ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്കും അവരുടെ ഒരു വർക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു വേദിയാണ് നിങ്ങളുണ്ടാക്കിയത്. ഇതിൻ്റെ ക്രൂവിനോട് എല്ലാവരോടും അതിന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഒരുപാട് നന്ദി പറയുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് വളരെ അമച്വർ രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. താങ്ക് യു. അത്ര താങ്ക് യു സോ മച്ച് ഷെയ്ൻ. സോ യൂത്ത് ഐക്കൺ അവാർഡ്സ് 2016 മൊമെന്റോ നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഓം ശാന്തി യോശാന എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി വന്നു. അതിനുശേഷം ആടൊരു ഭീകരജീവിയാണ്, ആൻ മരിയ കലപ്പിലാണ് എന്ന നല്ല നല്ല ചിത്രങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്. വെൽക്കം യു. താങ്ക് യു സോ മച്ച് സർ. യൂത്ത് ഐക്കൺ അവാർഡ്സ് 2016 സർട്ടിഫിക്കറ്റ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ മിനു സെറ, CEO ഫോർ മീഡിയ. മാമിനെ ഹാർദവമായി തന്നെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാം. So once again, congratulations to Shane and thanks to all. So അടുത്തതായി ഈ ഒരു സ്മാർട്ട് 2016 നടക്കാൻ പോകുന്നത് രാജേഷ് പിള്ളൈ അവാർഡ് ഷോർട്ട് ഫിലിമാണ്. ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾക്ക് ആദ്യമേ തന്നെ കാണുന്നതിന് മുൻപാണ് ഇത് ഡയറക്റ്റ് ചെയ്ത ആളെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഡയറക്ടർ ശ്രീനു റോമി. യെസ്, അപ്പോൾ സാറിൻ്റെ മൂവി നമ്മൾക്ക് എന്താണെങ്കിലും ഈ ഒരു സ്ക്രീനിൽ അടുത്തതായിട്ട് കാണാം. യെസ്, അതിന് മുമ്പ് രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, കഴിഞ്ഞിട്ട് കാണാം. സ്ക്രീനിൽ കണ്ടതിന് ശേഷം അദ്ദേഹം എന്താണെങ്കിലും രണ്ടുപേർക്ക് സംസാരിക്കുന്നതായിരിക്കും. യെസ്.
ഇതാണ് മനുവിന്റെ വീട്. ദേ, ഇത് മനു. വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് ഇയാളുടെ തലയ്ക്കുള്ളിൽ ഒന്ന് കയറി നോക്കാം. തലച്ചോറ് രണ്ടായി ഭാഗപ്പെട്ടിരിക്കുന്നു, ക്രിയേറ്റീവ് സൈഡും ലോജിക്കൽ സൈഡും. ജീവിതത്തിലെ ആദ്യത്തെ 22 വർഷം മനു അയാളുടെ ഇടത്തെ ബ്രെയിൻ മാത്രം പ്രവർത്തിപ്പിച്ചു. 265 അസൈൻമെന്റ്സും 73 പ്രാക്ടിക്കൽസും 104 ക്ലാസ് ടെസ്റ്റുകളും തീർത്തു കഴിഞ്ഞിട്ടാണ് ബോധ്യം വന്നത് അയാൾ ഒരു ചിത്രകാരനാവേണ്ട കക്ഷിയാണെന്ന്. അങ്ങനെ നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം മനുവിന്റെ വലത്തെ ബ്രെയിന്റെ എൻജിൻ സ്റ്റാർട്ടായി. പസിൽ എന്ന ഷോർട്ട് മൂവിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സോ പെർവേർട്സ് പസിലിന്റെ ഡയറക്ടർ ശ്രീനു, അതോടൊപ്പം തന്നെ ക്രൂ മെമ്പേഴ്സിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പെർവേർട്സ് പസിൽ എന്ന ഈ ഒരു ഷോർട്ട് മൂവിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവാർഡാണ് സ്മാക് 2016 രാജേഷ് പിള്ള അവാർഡ്. ഹോൾ ക്രൂ വന്നു. യെസ്, ഓൾറൈറ്റ്. സോ രാജേഷ് പിള്ള അവാർഡ് മെമൻറ്റോ നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ എക്കാലത്തെയും എന്ന് സൂചിപ്പിക്കാവുന്ന ഒരു റൊമാൻറ്റിക് ഹീറോ. യെസ്, ലെറ്റ്സ് വെൽക്കം കുഞ്ചാക്കോ ബോബൻ ഓൺ സ്റ്റേജ്. സോ കുഞ്ചാക്കോ സാറിനോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ രാജേഷ് പിള്ളയുടെ പേരിൽ ഇങ്ങനൊരു അവാർഡ് ഏർപ്പെടുത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അനുപേറിന് പിന്നെ പിന്നിലും മുന്നിലുമുള്ള എല്ലാവർക്കും ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം രാജേഷ് പിള്ള എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് നൽകിയത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. മലയാള സിനിമ തന്നെ ട്രാഫിക് എന്ന സിനിമയ്ക്ക് മുൻപും അതിനുശേഷവും എന്ന രീതിയിൽ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംവിധായകനാണ് രാജേഷ്. അപ്പം അതുകൊണ്ട് തന്നെ രാജേഷിൻ്റെ പേരിൽ അവാർഡ് ലഭിച്ച നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ വന്ന് ശരി വൈകിയാണ് ഞാൻ എത്തിയത്, പക്ഷേ വന്ന് ഇവിടുത്തെ മറ്റ് 2 അവാർഡ് വിന്നേഴ്സിനെ കണ്ടു. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് വന്ന് രാജേഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും എന്നോടുള്ള ഇഷ്ടം കാണാൻ യൂത്ത് ഐക്കൺ അവാർഡ് പുള്ളി എനിക്ക് കയറാനായിട്ട് നിർബന്ധം പിടിച്ചതാണ്. പക്ഷേ എന്നെ കാണുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ പ്രായം കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ ആദ്യ സിനിമ അനിയത്തിപ്രാവില് ഷെയ്ൻ്റെ അച്ഛൻ അബീക്ക എന്ന് വിളിക്കുന്ന അബി, അദ്ദേഹം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയ്നെ വീണ്ടും കാണുമ്പോൾ 20 വർഷങ്ങൾക്കപ്പുറം ഷെയ്നെ കാണുമ്പോൾ അബിക്ക കുറച്ചും കൂടെ പ്രായം കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ തത്തുല്യമായിട്ട് എൻ്റെയും പ്രായം കുറഞ്ഞതായിട്ട് എനിക്ക് അറിയാതെ ഒരു ഫീലിംഗ് ഉണ്ടായി. എനിക്ക് താങ്ക് യു ഫോർ ദാറ്റ്. പക്ഷെ ഒരു നല്ല സിനിമയിലൂടെ ഇപ്പം അബിയുടെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അനുപമയുടെ കാര്യമാണെങ്കിലും, അപർണയുടെ കാര്യമാണെങ്കിലും, ലേഡീസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഞാൻ ഡീസൻ്റ് അതുകൊണ്ട് ഇവൻ മഹേഷിൻ്റെ പ്രതികാരം തീർച്ചയായിട്ടും ഒരു വളരെ നല്ല സിനിമയായിട്ട് മാറി. അത് ഈ പറയുന്ന പോലെ മറ്റൊരു ആലപ്പുഴക്കാരൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് നൽകിയൊരു സിനിമ കൂടെയാണ്. അപ്പോൾ അപർണയ്ക്കും ഷെയ്നും എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേദിയിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കുറവാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനോ
അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽസിനൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു തെറ്റ് തന്നെയാണ്. ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു കുറവ് തന്നെയാണ്. പക്ഷേ 20 വർഷങ്ങൾക്കിപ്പുറം രാജേഷിൻ്റെ പേരിൽ ഉള്ള ഈ ഒരു ഷോർട്ട് ഫിലിം അവാർഡ് സ്ക്രീനിങ്ങിന് അതായിരിക്കാം എൻ്റെ ആദ്യത്തെ ഈ പറയുന്ന പോലെ ഒരു സ്ക്രീനിങ്ങിൻ്റെ വ്യൂ. അത് തികച്ചും ആകസ്മികമായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. കാരണം രാജേഷിന് വേണ്ടിയുള്ള ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ആയതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാജേഷിൻ്റെ ഓർമ്മകൾ ഇനിയും മലയാളികളുടെ മനസ്സിൽ നല്ല സിനിമകളിലൂടെ, രാജേഷിൻ്റെ പേരിലുള്ള സിനിമകളിലൂടെ വീണ്ടും വീണ്ടും ഉണ്ടാവും. ഇതേപോലെയുള്ള കലാകാരന്മാർക്കും ടെക്നീഷ്യൻസിനും ഇനിയും ഇതേപോലെയുള്ള നല്ല സംരംഭങ്ങൾ ഒരു ഊർജ്ജമാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. രാജേഷ് പിള്ളൈ അവാർഡിന് അർഹരായ പവേഴ്സ് പസലിന് അടുത്തതായി സർട്ടിഫിക്കറ്റ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലേറ്റ് രാജേഷ് പിള്ളൈ, അദ്ദേഹത്തിന്റെ വൈഫ് മേഘ രാജേഷ് പിള്ളൈ. മാമിനെ ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഈ ഒരു രാജേഷ് പിള്ളൈ അവാർഡ് നൽകാൻ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ഇവർക്കായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. താങ്ക് യു സോ മച്ച് മാം. അടുത്തതായി ഗിഫ്റ്റ് പാക്ക് ആൻഡ് ക്യാഷ് പ്രൈസ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ പ്രകാശ്, മാനേജിംഗ് ഡയറക്ടർ പാലക്കാട് ജുവൽസ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നമ്മൾ എല്ലാവരും ബാക്കി വെച്ച് നമ്മുടെ ഡയറക്ടറിൽ നിന്നുള്ള 2 വാക്ക് കേൾക്കാനുള്ള ഒരു സമയമാണ്. സോ ഡയറക്ടർ ശ്രീനു പ്ലീസ്. എവരിബഡി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര മാജിക്കൽ മൂമെൻ്റ് ആണ്. കാരണം ഈ ഷോർട്ട് ഫിലിം നമ്മൾ 2 years ആയി ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഈ 2 years എടുക്കാൻ ഇതിലുള്ള വിഷ്വൽ എഫക്ട്സ് കാരണമാണ് ഒരു 2 years എടുത്ത്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത അതിൻ്റെ നെറേറ്റീവ് നമ്മൾ ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിരിക്കണം. സാധാരണ കാണുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ കാട്ട് നമുക്ക് കുറച്ചുകൂടെ എക്സ്പെരിമെൻ്റ് ചെയ്യണം. ഷോർട്ട് ഫിലിമിൽ എക്സ്പെരിമെൻ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യും? അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 100% അതിൽ കൊടുത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഗോൾ. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ മാജിക്കൽ മൂമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ട്രാഫിക് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കര മാജിക്കായിരുന്നു. ട്രാഫിക്കിന് ശേഷമാണ് എല്ലാവരും പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ മൂവിയാണ്. കാരണം എല്ലാവരും അതിന് ശേഷമാണ് ഒരു പുതിയ നെറേറ്റീവ് തന്നെ, ഇത് ഇതുവരെ ഉണ്ടായിരുന്ന നെറേറ്റീവിനെ കാട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലോ, പുതുമയാണ്, വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അത് മുതൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ അത് രാജേഷ് സാറിനെ പോലത്തെ ആ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുള്ള ഒരു അവാർഡിന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് പ്യുവർ മാജിക്. താങ്ക് യു. താങ്ക് യു സോ മച്ച് റിനി. ആൻഡ് ക്രൂ മെമ്പേഴ്സിൽ ആർക്കെങ്കിലും സംസാരിക്കാനായിട്ട്? യെസ് പ്ലീസ്. ആദ്യമായി ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇങ്ങനൊരു അവസരം നമുക്ക് തന്നതിന്. ശ്രീനു പറഞ്ഞ പോലെ വളരെ ഡിഫറൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ശ്രീനുവിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും ഈ ഫുൾ ക്രൂവിൻ്റെയും ആഗ്രഹം. അപ്പോൾ അത് ഇന്ന് സാധിച്ചു എന്ന് ഉള്ളതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഇത് 2013 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്റ്റോറി ശ്രീനു എഴുതുന്നത്. ഞാനും ശ്രീനുവും എല്ലാവരും കോളേജ് മേറ്റ്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത്. ഗോകുലാണ് ഇതിൻ്റെ ക്യാമറാമാൻ, പിന്നെ എഡിറ്റിംഗ് ചെയ്തത് അബ്ദുൾ റഷീദ്. പുള്ളി ഓൾറെഡി ഫിലിം ഫീൽഡിലാണ്. അമറക് ബ്രാൻഡണി അതിലൊക്കെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ജിതേഷ് ഒരുപാടധികം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനോദ്, അനൂപ്, അവർ വൈറ്റ് കളർ ആർട്സ് എന്നുള്ള സംരംഭകരാണ്. എന്നാലും ആർട്ട് ഡയറക്ഷൻ ചെയ്തുകൊണ്ട് ഇതിനകത്തോട്ട് പുതിയൊരു സ്റ്റാർട്ട് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഷൂട്ട് ബോംബെയിൽ വെച്ചാണ് ഇതിൻ്റെ ചെയ്തത്. ആ സോൾട്ട് പാടം അതൊക്കെ ബോംബെയിൽ വെച്ചായിരുന്നു ചെയ്തത്. രണ്ടാമത്തെ സ്കെഡ്യൂള് ട്രിവാൻഡ്രത്ത് വെച്ച് ചെയ്തു.
പക്ഷെ കുറേ ഇടയ്ക്ക് കട്ടായിപ്പോയി. പക്ഷെ എന്നാലും ഇപ്പോഴേ അത് ടു ദ പോയിൻ്റായി നമുക്ക് നിങ്ങൾക്ക് അത് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് തീരുന്നു. കാരണം വി ആർ ഗോയിങ് ഓൺ റീവർക്കിംഗ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് പെർഫെക്റ്റ്. സോ അങ്ങനെ നിങ്ങൾ കണ്ട ഈ ഔട്ട്പുട്ടിന് ഇത് തന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു സ്മാക്ക് രാജേഷ് സാറിൻ്റെ ഈ ഒരു ഇവൻറ്റിൽ കിട്ടിയതും അതും കുഞ്ചാക്കോൻ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ചേട്ടൻ ലേറ്റായിട്ടാണ് വന്നത്, എന്നിട്ട് അത് കാണിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മുടെയൊക്കെ പാരൻസിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you so much, and once again congratulations to the team. Thank you. So SMAC 2016-ൽ അടുത്തതായി മാർക്കറ്റിംഗ് പെർഫോമൻസ് അവാർഡ്സ് ആണ് നൽകുന്നത്. We have 3 winners. Marketing Performance Award 1 goes to Srinath ST. So can I have Srinath ST on stage, please? So welcome. And ശ്രീനാഥിന് ഈ ഒരു അവാർഡ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മറ്റാരുമല്ല, മുത്തശ്ശി കഥയിലെ നമ്മുടെ എല്ലാവരുടെയും മുത്തശ്ശി. Yes, the very vibrant personality രഞ്ജിനി ചാണ്ടി മാമിനെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ മാം സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ശ്രീനാഥിന് ഈ ഒരു മാർക്കറ്റിംഗ് പെർഫോമൻസ് അവാർഡ് ആദരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ മാമിന് ഞങ്ങളുടെ എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. സോ പ്ലീസ്. ഗുഡ് ഈവനിങ് എവരിബഡി. എന്തായാലും മുത്തശ്ശി ഗതയിൽ അഭിനയിച്ചത് കൊണ്ട് ഇങ്ങനൊരു ഇതിൽ വരാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് 65 വയസ്സായി എന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും മനസ്സിൽ ഇപ്പോഴും 18 വയസ്സാണ്. താങ്ക് യു വെരി മച്ച്. So much, ma'am, and once again congratulations, Srinath. And now Marketing Performance Award 2, and the award goes to Sharad Raj. Yes, ladies and gentlemen, please give a huge round of applause for Sharad. Welcome, Sharad. And Sharadine ഈ ഒരു അവാർഡ് നൽകുവാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ശ്രീ പ്രതീഷ് നന്ദൻ, സീനിയർ ആർട്ടിസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ പ്രതീഷ് സാറിനോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു, പ്ലീസ്. നമസ്കാരം. എനിക്ക് മുമ്പേ പറഞ്ഞവരുടെ തുടർച്ചയായി മാത്രമേ പറയാനുള്ളൂ. രാജേഷ് പിള്ളൈ എന്ന ചലച്ചിത്രകാരനെ ഒരു സിനിമാക്കാരൻ എന്നതിനപ്പുറം വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു നല്ല സുഹൃത്തു കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ട്രാഫിക് സിനിമയ്ക്ക് മുമ്പും ട്രാഫിക് സിനിമയ്ക്ക് ശേഷം അദ്ദേഹം വലിയ തിരക്കുള്ള സിനിമാക്കാരനായി. അതിനു മുമ്പ് ആ സിനിമയുടെ ചർച്ച നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഭക്ഷണശീലങ്ങളും ഒരുപാട് കളിയാക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയോടൊപ്പം സിനിമാ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരു നല്ല സുഹൃത്താണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കാൻ ഇങ്ങനെയുള്ളൊരു എന്താ പറയുന്ന പുതിയ തലമുറയെ കൂടി കൈപിടിച്ചുയർത്തുവാനായിട്ടുള്ള ഒരു സംരംഭം കൊണ്ടുവന്നതും തികച്ചും യാദൃശ്ചികമായിട്ട്, അതും എൻ്റെ സുഹൃത്ത് തന്നെയാണ്, രാജീവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. അതും ഒരു വലിയ നിമിത്തമായി കാണുന്നു. അത് ഒരു ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പറ്റം ചെറുപ്പക്കാർ മലയാള സിനിമയുടെ നാളത്തെ ആകാൻ പോകുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെ കണ്ടെത്തുകയും അവരെ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുകയും അത് കാണേണ്ടവരെയൊക്കെ കൃത്യമായിട്ട് കാണിക്കുകയും അതിലൂടെ എത്രയും പെട്ടെന്ന്, ഒരുപക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ വരേണ്ട റൂട്ടിൽ വരേണ്ടവർ തന്നെയാണ്, എന്നാൽ അവരുടെ പാത്ത് കുറച്ചുകൂടെ ഈസി ആക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു സംരംഭം അവർക്ക് മുന്നിൽ ലഭിച്ചത് ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കൂടുതൽ എന്താ പറയുന്നത്, മലയാള സിനിമ എത്ര കാലമുണ്ടോ അത്രയും കാലം ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സംരംഭമായി ഇത് മാറും. കാരണം തുടർ വർഷങ്ങളിൽ ഇതുപോലുള്ള പുതിയ കഴിവുറ്റ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഇത്തരത്തിലുള്ള സംരംഭം ഇത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം അത് രാജേഷ് ഏട്ടൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you. And next, Marketing Performance Award 3, and the award goes to
Manu Manuel. Oh well, so he is not here. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാക് 2016 ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോർ ഡെലിവറിംഗ് ദി ഒഫീഷ്യൽ വേർഡ് ഓഫ് താങ്ക്സ് ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ജനറൽ ജൈവിക് ജാക്ക്, ഫോർ മീഡിയ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്. അദ്ദേഹത്തെ നല്ലൊരു കഴിവ് കൊടുത്താൽ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വൺസ് അഗൈൻ വെൽക്കമിംഗ് ഡോക്ടർ ജനറൽ ജൈവിക് ജാക്ക്. Hi, good evening. On behalf of media, I'd like to thank all our guests tonight, and obviously I have to name some names. If not, I might get a black eye tomorrow. Okay, first, sorry the jury couldn't make it today, so we just have to thank Roshan Andrew sir, Siddiq sir, Patmua sir, and of course Sujit Vasudeva. So we hope they could have been with us, and also Mithun Manuel Thomas, who was with us. So a big thank you to them, because getting leading artists and directors to look at the videos is very important for us. So if there is a plan for the future, it was very important that we have people skilled with a certain job, rather than some of us looking at it. It is very important that you have the senior people looking at it. So thank you to all of them for being part of the jury. We also would like to thank Mr. Sanjay, who is a script writer. He's left, obviously. So thank you, sir, for being here. Artists Kunjaka Boban, Shane Nigam, Aparna Balmurli, Rachel Chandy, thank you all for being here with us today. Producers Mr. A.V. Anup, who's the MD of AVA Group. Mr. Grish, thank you very much. Thank you, sir, also. Yeah. Then Mrs. Megha, thank you for making time to be with us today. We love and cherish your husband's work, and we hope in the years to come also you would do well in your production also. Yeah. A specific mention about the sponsors. We have a couple of sponsors, and we would like to thank, first of all, Medimix, who from the outset, I remember we met Mr. Anup in his house, and we told him there is a concept like this, and he gave us a big nod. So we were not sure what it meant, but thank you, sir, for accepting the challenge and helping us fund the program. And Melam, Jackfruit 365, Prakat Jewelers, Gold Gym, State Bank of India, WIFT. Some of our WIFT students are here with us. They helped us a lot with editing all the videos that you saw about Mithun Manuel Thomas, Roshan Andrews, etc. Radio Mango, who's been doing a lot of publicity for us, because the moment Radio Mango started putting our information on radio, suddenly we found that there were a lot of applicants, and in the end we were telling them, sorry, the date is up, so maybe next year. Yeah. And Bismi, thank you very much. I think Mr. Gino Joseph, thank you very much. Yeah. And Mercedes-Benz also. Last not but least, we would like to thank Mr. Murugan. Thank you for that inspirational talk. It's very important that when you're all somewhere up there, it's very easy to remember or forget people who are downtrodden. So thank you for that message, and hope your institute and your school does very well. Thank you very much. So thank you all for your support and encouragement. Hope to see you all in 2017. Thank you very much. Yeah. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ഡയറക്ടർ, വെൽ റെസ്പെക്റ്റഡ് ഡയറക്ടർ ആയിരുന്ന ലേറ്റ് രാജേഷ് പിള്ളൈ. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് സ്മാക് 2016 ഒരുപാട് നല്ല വർക്ക്സും ക്രൂ മെമ്പേഴ്സ്, അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് നല്ല ക്രൂ മെമ്പേഴ്സിനെ നമ്മൾ ഓണർ ചെയ്തു, ആദരിച്ചു. സോ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന ആ ഒരു വലിയ ഡ്രീം സിനിമ അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാവിധ വിശ്വാസം അറിയിക്കുകയാണ്. എല്ലാവരും വളർന്ന് ഒരു സക്സസ്ഫുൾ ക്രൂ മെമ്പേഴ്സ് ആകാനായിട്ട് ഞങ്ങളുടെ എല്ലാവിധ വിശ്വാസം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ഹിയർ. ആൻഡ് ദിസ് ഇസ് മീ ആൻഡ്രിയ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്.